എന്റെ കിരണേ, നിങ്ങൾ പറയുന്ന പോലെ ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇവിടേക്ക് ആരും കടന്നു വന്നിട്ടില്ല. പിന്നെ അതൊരു കൊലപാതകമാണെന്ന് കരുതാൻ പറ്റുമോ? അല്ലെങ്കിൽ ആരെങ്കിലും ശ്വാസം മുട്ടിച്ച് വാസുവേടനെ കൊന്നെന്ന് കരുതാൻ മാത്രം ഇവിടെ തെളിവൊന്നുമില്ലല്ലോ. ഒരുത്തൻ കൊലവിളിയായിട്ട് നടന്നുകൊണ്ടാണ് ഡോക്ടർ അങ്ങനെ പറഞ്ഞപ്പോ ഞങ്ങൾക്ക് സംശയം തോന്നിയത്. അല്ലെങ്കിൽ തന്നെ വൈരാഗ്യം ഉണ്ടാകേണ്ടത് കാർത്തികയെ കല്യാണം കഴിക്കേണ്ട ദിലീപിനോടാണല്ലോ. അതിന് പകരം ദിലീപിന്റെ അച്ഛനോട് പ്രതികാരം തീർക്കേണ്ട കാര്യം എന്താ? അവന്റെ ലക്ഷ്യം കല്യാണം മുടക്കുകയാണ്. അതിന് അവനെ എന്ത് ചെയ്യാലോ? അമ്മയാകെ തകർന്ന മട്ടില്ല കിരണേട്ടാ. അത് പിന്നെ ഭർത്താവ് മരിച്ച ഭാര്യയ്ക്ക് സന്തോഷമൊന്നും ഉണ്ടാവില്ലല്ലോ. ഒരുപാട് തവണ രേണുക പറഞ്ഞതാ ഈ ബന്ധം വേണ്ടാന്ന്. എന്തോ ദോഷമുണ്ട് കിരണേ, അതിനി പറയാതിരിക്കാൻ പറ്റില്ല. കല്യാണി, ഇവരെല്ലാം പറയുന്നത് അറ്റാക്ക് തന്നെയാണെന്നാ. പക്ഷേ ഡോക്ടർ അത് ശരിവെച്ചിട്ടില്ലല്ലോ. ആരോ തലയണ കൊണ്ട് ശ്വാസം മുട്ടിച്ചെന്നാ ഡോക്ടർ പറഞ്ഞത്. ആ മുറിക്കുള്ളിലെ പില്ലോ കൃത്യമായിട്ടൊന്ന് പരിശോധിക്കണം. ഫോറൻസിക് ലാബിൽ നിന്ന് ആള് വന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ശ്രമം നടന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് തീർച്ചപ്പെടുത്താൻ കഴിയും. അവൻ സ്നേഹിക്കുന്ന സ്റ്റെഫി എന്ന പെൺകുട്ടിയും കൂടി വേഷം മാറി ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പോലും അവരെ ഞങ്ങൾ തിരിച്ചറിഞ്ഞില്ല. വേഷം മാറാൻ മിടുക്കനാണ് ഗംഗ. ഇവിടെ അതുകൊണ്ട് ബന്ധുക്കളെ മാത്രമേ ക്ഷണിച്ചിരുന്നുള്ളൂ. പിന്നെ അയൽക്കാർ കുറച്ചുപേര് വന്നിരുന്നു. അവരെയൊക്കെ ദിലീപിനും അവന്റെ അച്ഛനും അറിയാവുന്നത് തന്നെയാ. അല്ലാതെ കസേര കൊണ്ടുവരാനായിട്ടും മറ്റൊക്കെ ആരെങ്കിലുമൊക്കെ വന്നു പോയി കാണില്ല ചേട്ടാ. അല്ല കിരണേട്ട ഇവിടെ CCTV ഉണ്ടല്ലോ. അതൊക്കെ ഞങ്ങൾ നോക്കിയതാ വെച്ചേ. അതിൽ സംശയിക്കുന്ന രീതിയിൽ ആരും ഇങ്ങോട്ട് വന്നിട്ടില്ല. ചേട്ടാ, അതെനിക്കൊന്ന് കാണാൻ പറ്റുമോ? അതിനെന്താ? അതൊന്ന് കാണിച്ചു കൊടുക്കും. നിങ്ങൾ വാ. പേരിന് പോലും ഒരു നെഞ്ചുവേദന ദിലീപേട്ടന്റെ അച്ഛന് ഇതുവരെ വന്നിട്ടില്ലെന്ന് പറഞ്ഞ അമ്മ കരഞ്ഞോണ്ടിരിക്കുന്നത്. പ്രഷറും ഷുഗറും ഒന്നുമില്ല. അങ്ങനെ ഒരാള് പെട്ടെന്ന് മരിക്കാന്ന് പറഞ്ഞ അതിന് പിന്നിൽ വ്യക്തമായ കാരണം കാണില്ലേ കിരണേട്ടാ? ഡോക്ടർ ഒരു സംശയം പറഞ്ഞു കഴിഞ്ഞു. അതിന് മുമ്പേ തന്നെ നമുക്ക് ചില ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. അതെന്തായാലും ഒന്ന് ക്ലിയർ ചെയ്തേ പറ്റും. ഇതാരാ ചേട്ടാ? അത് ഭക്ഷണം കൊടുക്കാനുള്ള ഇലയിട്ട് വന്ന ആളാ. അതൊന്ന് സൂം ചെയ്തേ. കല്യാണി, അത് വെപ്പ് കാടിയല്ലേ? അതുപോലെ ഉണ്ട് ചേട്ടാ. പുറവശത്തെ ക്യാമറ കൂടെ ഒന്ന് കാണിക്കേ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇലയുമായിട്ട് വന്ന ആള് അവൻ തന്നെ. അവൻ ഏത് പൂട്ടും കുത്തി തുറക്കാൻ മിടുക്കന. അങ്ങനെ അവൻ തുറന്നു, അത് കയറി. അവൻ ലക്ഷ്യം വെച്ചത് ദിലീപിനെ ആയിരുന്നു. പക്ഷേ ദിലീപ് ഫ്രണ്ട്സുമായിട്ട് ഹോട്ടലിലേക്ക് പോയതുകൊണ്ട് അവൻ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല. പിന്നെ വിവാഹം മുടക്കാൻ അവൻ കണ്ടെത്തിയ മാർഗം ദിലീപിന്റെ അച്ഛനായിരുന്നു. നിർഭാഗ്യവശാൽ ഇന്നലെ രാത്രി അച്ഛന്റെ മുറിയിൽ അമ്മ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നുകൊണ്ട് അവന്റെ പണി എളുപ്പമാക്കി. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഗംഗ എന്ന് പറയുന്ന അവൻ തന്നെയാണോ? എന്റെ കാറിൽ ലാപ്ടോപ്പ് ഉണ്ട്. ഈ ദൃശ്യങ്ങൾ ഞാൻ അതിലേക്കൊന്ന് പകർത്തിയിട്ട് ഒരു വ്യക്തത തരാം. നോക്ക്, കാർത്തികയുടെ വീട്ടിൽ പരിചയമില്ലാത്ത ആര് വന്നാലും അവരെയൊക്കെ വ്യക്തമായിട്ട് ചെക്ക് ചെയ്തിട്ടേ ഗേറ്റ് കിടത്തി അകത്തേക്ക് വിടത്തുള്ളൂ. എന്നാൽ ഇവിടെ ഗംഗയുടെ ഭീഷണി ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും അവൻ ഇങ്ങനെയൊക്കെ വരുമെന്ന് അവരാരും ചിന്തിച്ചിട്ടില്ല. കല്യാണം നടക്കുന്ന വീടാവുമ്പോ ഇലയ്ക്ക് ആവശ്യമാണല്ലോ. അത് മനസ്സിലാക്കി ആ വഴിക്ക് അവൻ എത്തി. ഇലയുമായിട്ട് ഇവിടേക്ക് ആള് വരുമെന്ന് പറഞ്ഞ സമയത്ത് തന്നെയാ അവൻ വന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ആരും സംശയിക്കായിരുന്നത്. അതൊക്കെ അവൻ നേരത്തെ മനസ്സിലാക്കിയിട്ട് അവൻ കടക്കാരന്റെ കയ്യിൽ നിന്ന് ഇലയും വാങ്ങി വന്നതാ. ഇവിടെ നില കൊണ്ട് ചെല്ലാൻ പറഞ്ഞതായിട്ട് ചിലപ്പോ കടക്കാരനെ അവൻ ധരിപ്പിച്ചു കാണും. അയാൾക്കും അതറിയാവുന്ന കാര്യമാണല്ലോ. എന്നാലും ഇതൊരു വല്ലാത്ത പറ്റിപ്പായി പോയി. ഇത് ഉടൻ തന്നെ ദിലീപിനെ അറിയിക്കണം, പോലീസിനെയും. പിന്നെ നമുക്കിനി ബാക്കി ദൃശ്യങ്ങൾ കൂടി നോക്കാം. അവൻ കൃത്യം ചെയ്തിട്ട് മടങ്ങുന്ന ദൃശ്യം അതൊന്നുകൂടെ ഓപ്പൺ ചെയ്തിട്ട്. കൃത്യം കഴിഞ്ഞ് അവൻ പുറത്തു വരുന്ന സമയം 3 മണിയാ. അപ്പൊ ഏകദേശം 2 മണിയായി ദിലീപിന്റെ അച്ഛൻ കിടക്കാൻ പോയതെന്നാണ് പറഞ്ഞത്. അതിനുശേഷം നല്ല ഉറക്കമായ സമയം അവൻ ചെയ്യേണ്ട കൃത്യം ചെയ്തു. കാട്ടിൽ പോയി നിരപരാധിയായി കാട്ടുമുപ്പനെ കൊന്നതുപോലെ ഇവിടെയും അവൻ ആഗ്രഹിച്ച കാര്യം നടത്താനായി ഒരു നിരപരാധിയെ കൊന്നു. എന്തായാലും ഇത് എത്രയും പെട്ടെന്ന് പോലീസിൽ അറിയിക്കണം. ഇത് വല്ലാത്തൊരു സംഭവമായി പോയി. അതെ അതെ. പക്ഷെ ഈ സംഭവത്തിന്റെ കാരണക്കാരാരാ? ആ പെങ്കൊച്ചു അതിന്റെ അമ്മയല്ലേ? അതുകൊണ്ടാണ് രേണുക ചേച്ചി ഏതു നേരവും ദിലീപിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ബന്ധം വേണ്ടാന്ന്. അതെ, സംശയിക്കണ്ട. ഗംഗാപ്രസാദന പ്രതി അത് CCTV ദൃശ്യങ്ങൾ കാണിച്ചു തന്നു. വേഷം മാറിയിട്ടാണ് അവൻ വന്നത്. ഞാനും എന്റെ ഫ്രണ്ട്സും അവിടെ ഇല്ലാതായി പോയതാ. ഇതിലൊക്കെ കാരണം ഉണ്ടായിട്ടും കാര്യമില്ല ദിലീപേട്ട. അവനെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാ വന്നത്. പിന്നെ വീട്ടിൽ വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ഇലയായിട്ട് വരുമ്പോ ആരും സംശയിക്കില്ലല്ലോ. ദിലീപിനെ ടാർഗറ്റ് ചെയ്താണ് അവൻ വന്നത്. എന്നാൽ ഫ്രണ്ട്സ് മൊത്തം ദിലീപ് പുറത്തു പോയതുകൊണ്ട് അവൻ തീരുമാനം മാറ്റിയതാ. കല്യാണം മുടക്കായിരുന്നു അവന്റെ ലക്ഷ്യം. അതേതായാലും നടന്നല്ലോ. എന്നെ കൊന്നാലും അവൻ പാവപ്പെട്ട എന്റെ അച്ഛനെ കൊല്ലാൻ പാടില്ലായിരുന്നു. ഈ കല്യാണം ഇനി വേണ്ടാന്ന് ദിലീപേട്ടൻ അമ്മയാ പറഞ്ഞത്. അമ്മ ഇപ്പോഴത്തെ ആ സങ്കടത്തിൽ പലതും പറയും. അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. ഇപ്പോ അതേപറ്റി സംസാരിക്കാൻ വേണ്ട. കല്യാണ വീട് ഒരു മരണ വീടായതിനുള്ള സങ്കടം എനിക്കിപ്പോ. കല്യാണം കഴിഞ്ഞ് കാർത്തികയും കൊണ്ട് ചെല്ലേണ്ട സമയത്താ ഇപ്പോ അച്ഛന്റെ കർമ്മങ്ങൾ ചെയ്യേണ്ടി വന്നിരിക്കുന്നത്. ഒരു മകനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാവി കഴിഞ്ഞ് വരാനില്ല. അമ്മ ഇതെങ്ങനെ സഹിക്കുന്നറിയില്ല, എന്തൊക്കെ പറയുമെന്നും അറിയില്ല. പിന്നെ വിഷമം കയറിട്ട് സ്ത്രീകൾ പറയുന്ന മുഖവിലക്കെടുക്കരുന്നാണല്ലോ പറയാറ്. സന്തോഷിക്കേണ്ട ഒരു ദിവസം സഹിക്കാൻ പറ്റാത്തൊരു ദിവസമായി പോയില്ലേക്കിരുന്നേ. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടേ? ദിലീപിന്റെ വീട്ടിലുള്ള എല്ലാവർക്കും നമ്മളോട് ഇപ്പൊ ദേഷ്യമുണ്ട്. എന്തായാലും ചടങ്ങ് കഴിയാതെ നമ്മൾ പോകരുത്. ഇപ്പൊ എന്തായാലും ബോഡി എടുക്കൂല. ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അച്ഛനെ പോയി കണ്ട് വിവരം പറയാം. ദിലീപേട്ടൻ പറഞ്ഞത് ശരിയാ. എന്ത് സന്തോഷത്തോടെ കടന്നു പോകേണ്ട ദിവസമായിരുന്നു ഇന്ന്. ആ ദിവസം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത വേദനിപ്പിക്കുന്ന ഒരു ദിവസമായി പോയി. മോനെത്തി കൊണ്ടുവന്നോടാ അച്ഛനെ. കൊണ്ടുവന്നു. വേണമെന്ന് പറഞ്ഞതല്ലേടാ. പിന്നെ എന്തിനാടാ അച്ഛനെ അമ്മയും കൊലയ്ക്ക് കൊടുക്കാൻ നീ ഇത് തന്നെ വേണമെന്ന് വാശി പിടിച്ചത്? ഇന്നലെ രാത്രി വരെ കളി തമാശ പറഞ്ഞോണ്ടിരുന്ന ആളാ. ഈ മനുഷ്യനെ ഞാൻ എങ്ങനെ കാണുവടാ? വേണ്ട മോനെ, നമുക്ക് ഈ ബന്ധം വേണ്ട. സാധാരണ ഇങ്ങനൊരു സാഹചര്യത്തിലേക്ക് എല്ലാവരും പോകാൻ മടിക്കും. പക്ഷേ ദിലീപിനൊപ്പം കിരണും കല്യാണിയും പോയത് ആ വീട്ടിലെ അവസ്ഥകൾ അറിയാവുന്നതുകൊണ്ടാ. അവിടെ ചെന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ദിലീപിന്റെ അമ്മ ശക്തമായിട്ട് പ്രതികരിക്കാനാണ് സാധ്യത. ഇറങ്ങിപ്പോകാൻ പറയാതിരുന്നത് നല്ലത്. ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ആരെന്ത് പറഞ്ഞാലും അതൊക്കെ കേട്ടോണ്ടിരിക്കാനും അനുസരിക്കാനുമുള്ള പക്വത ഉള്ളവരാ കിരണും കല്യാണിയും. അതുകൊണ്ട് പിന്നെ
കുഴപ്പമൊന്നുമില്ല. എന്തായാലും അമ്മ ചിന്തിക്കുന്ന പോലെ ദിലീപ് ചിന്തിക്കുമെന്ന് തോന്നുന്നില്ല. നമ്മളൊക്കെ ഭയക്കുന്നത് പോലെ ഈ ബന്ധം നടക്കാതിരിക്കോ ചന്ദ്രേട്ടാ? ദിലീപായിട്ട് വേണ്ടെന്ന് വയ്ക്കില്ല. പക്ഷെ അയാളുടെ അമ്മയും ബന്ധുക്കളും വേണ്ടെന്ന കടുത്ത നിലപാടെടുത്ത അയാൾക്ക് ചിലപ്പോ അനുസരിക്കേണ്ടി വന്നേക്കാം. ഇടയ്ക്ക് ഞാൻ വിളിച്ചപ്പോ കല്യാണി മോളെയും കുട്ടി ഇങ്ങോട്ട് വരാന്നാ കിരൺ എന്നോട് പറഞ്ഞത്. അസുഖങ്ങളൊന്നുമില്ലാത്ത മനുഷ്യൻ ശ്വാസം മുട്ടി മരിക്കാന്നൊക്കെ പറയുമ്പോ അതിലെന്തോ ദുരൂഹത ഉണ്ട് ചന്ദ്രേട്ടാ. രൂപേ, അങ്ങനെ തന്നെ ഞാനും കരുതുന്നേ. കല്യാണം മുടക്കാൻ വേണ്ടി ഗംഗയുടെ കളിയാണോന്ന് പറയാൻ പറ്റില്ല. കല്യാണവുമായി ബന്ധപ്പെട്ട് അയൽക്കാരും അതുപോലെ തന്നെ പുറത്തുനിന്നും ആൾക്കാർ വന്നും പോയിക്കൊണ്ടിരുന്നതല്ലേ. അതിനിടയ്ക്ക് ആരെങ്കിലും വീട്ടിനകത്തോട്ട് നുഴഞ്ഞു കയറിയെന്ന് എങ്ങനെ അറിയാൻ പറ്റുക? അങ്ങനെ വേഷമാറി കയറാൻ മിടുക്കനാ ഈ പറയുന്ന ഗംഗാപ്രസാദ്. അവനാണ് അത് ചെയ്തതെങ്കിൽ എത്ര നിരപരാധികളെയാണ് അവൻ ഇല്ലാതാക്കി കളഞ്ഞത്. കാട്ടിനകത്ത് കയറി കാടത്തരം കാണിച്ചില്ലേ? ശ്ശേ, അത് നല്ല ചാൻസ് ആയിരുന്നു. അവിടെ വെച്ച് അവനെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിലേ ഈ ചെവി അറിയില്ലായിരുന്നു. അല്ല, നമ്മുടെ മകനെ പറഞ്ഞാ മതി. തല്ലി ചതച്ച സമയത്ത് അവന്റെ ജീവൻ പോയൊന്ന് പൾസ് നോക്കി മനസ്സിലാക്കിയില്ല. പകരം കൊക്കയിലേക്ക് അറിഞ്ഞിട്ട് പോരാ ചെയ്തത്. അവിടെയാ അവന് ഏറ്റവും വലിയ പിഴവ് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ദിലീപിന്റെ അച്ഛന്റെ മരണം കൊലപാതകമാണെങ്കിൽ അതിൽ നല്ല കുറ്റബോധം അവന് കാണും. ഇപ്പോ അടക്കം കഴിഞ്ഞു കാണുമല്ലേ? അടക്കവും ദിലീപിന്റെ അമ്മയുടെ നിലവിളിയൊക്കെ നടക്കുകയായിരിക്കും. എന്തായാലും ഒരിക്കലും മറക്കാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെയാ നമ്മളിപ്പോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എത്ര സന്തോഷത്തോടെ അടിച്ചുപൊളിച്ച് നിന്നാടാ എല്ലാം പെട്ടെന്ന് നിലച്ചത്. നമ്മളെല്ലാം ഇവിടെ ഉള്ള സമയത്ത് തന്നെയാ അവ ഇതിനകത്ത് കയറിയതും. കർമ്മങ്ങളൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇതാ അവൻ വരുന്നുണ്ട്. കർമ്മങ്ങളൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. ഞാൻ ചിതയ്ക്ക് തീ കൊളുത്തിയപ്പോ എന്റെ അച്ഛൻ എന്നോട് പറയുന്നത് പോലെ എനിക്ക് തോന്നി, എന്തൊക്കെ സംഭവിച്ചാലും ഈ കല്യാണം നടത്തണമെന്ന്. ഇനി അതിനകത്ത് മാറ്റം ഉണ്ടാവില്ല. അമ്മ എത്ര എതിർത്താലും ബന്ധുക്കൾ വേണ്ടാന്ന് പറഞ്ഞാലും ഞാൻ വാക്കുകൊടുത്ത പെണ്ണിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയിരിക്കും. കിരൺ വിളിച്ചപ്പോഴും ഞാനത് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും പിരിഞ്ഞ ശേഷം കാർത്തികയും അമ്മയും വിളിക്കണം. എന്നിട്ട് അവരുടെ അടുത്ത് എന്റെ നിലപാട് പറയണം. കിരണും കല്യാണം പോയോ? അറിയില്ല, ചിലപ്പോ പോയി കാണും. അവരെ പ്രതികളെ പോലെയാണല്ലോ ചിലർ നോക്കുന്നത്. എന്റെ അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ അച്ഛന്റെ കൊലയാളിയെ നിരാശനാക്കിയേ പറ്റൂ. അവരെന്റെ കഴുത്തിൽ കത്തി കയറ്റിയാലും ശരി, ഞാൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയിരിക്കും. ചടങ്ങുകൾ കഴിഞ്ഞിട്ടല്ലേ പറ്റുള്ളൂ അളിയാ. ശരിയാ, പുല കഴിയാതെ അത്രയും ചടങ്ങുകളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. 16 ദിവസം കാത്തിരുന്നേ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞല്ലേ അസ്ഥി ഒഴുകുകയുള്ളൂ. അത് കഴിഞ്ഞ് കല്യാണത്തെ പറ്റിയൊക്കെ ചിന്തിച്ചാൽ മതിയടാ. ഇനി കല്യാണം നടക്കുവാണെങ്കിൽ അത്രയും സാവകാശം കിട്ടുമെന്ന് ആ ഫ്രോഡിന് അറിയാം. അതിനിടയിൽ എന്തെങ്കിലും ചെയ്യാനായിരിക്കും അവൻ ചിന്തിക്കുന്നത്. അവനെ കുറിച്ച് ധാരാളം പറഞ്ഞു കേട്ടു. ഇപ്പോ നേരിൽ അനുഭവിക്കുകയും ചെയ്തു. ഇനി പക്ഷേ ഞങ്ങൾക്ക് പഴയ ധൈര്യമില്ല ദിലി. നീ വളരെ വളരെ സൂക്ഷിച്ചേ പറ്റൂ. നിന്റെ അച്ഛൻ പോയി, അമ്മയ്ക്കിനി നീ മാത്രമേ ഉള്ളൂ. എന്നെ വെറുതെ കൺഫ്യൂഷൻ ആക്കാത്തതാ. എന്നെ പിന്തിരിപ്പിക്കല്ലേ. അച്ഛന്റെ കർമ്മങ്ങൾ ചെയ്ത വേഷത്തിൽ വന്ന ഞാൻ പ്രതിജ്ഞ എടുത്തത്. അതിലിനി ഒരു മാറ്റമില്ല.